എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടി വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 4 തരത്തിലുള്ള വിശ്വാസത്തെപ്പറ്റി പറഞ്ഞു. അതിൽ ആദ്യത്തേത് നേരത്തെ വിശദീകരിച്ചിരുന്നു. രണ്ടാമത്തെ തരത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് വളർന്നു വരുന്ന വിശ്വാസം. അതിനാസ്പദമായിട്ട് 1-2 വാക്യങ്ങൾ വായിച്ചു. അവസാനം വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടി വായിക്കുന്നു. 1 പത്രോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഒന്ന് സങ്കല്പിക്കുക, നമ്മുടെ നാട്ടിൽ ഒരു വലിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു വലിയ പാലം പണിയാൻ പോകുന്നു. അതിന് കല്ലിടലിൻ്റെ ആ ചടങ്ങിന് വേണ്ടിയിട്ട് വളരെ ആഘോഷമായി നമ്മളിതെല്ലാം നടത്താറുണ്ട്. മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, മറ്റ് മന്ത്രിമാരെ വിളിക്കുന്നു, ജില്ലാ കളക്ടറെ വിളിക്കുന്നു, അതുപോലെ എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും MLA-യും MP-യെയും ഒക്കെ വിളിച്ചിട്ട് ആ കല്ലിടിയിൽ വളരെ ആർഭാടകരമായിട്ട് നടത്താറുണ്ട്. എല്ലാവരും ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് മടങ്ങിപ്പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ആ ബിൽഡിങ്ങിൻ്റെയോ ആ ഹോസ്പിറ്റലിൻ്റെയോ അല്ലെങ്കിൽ ആ പാലത്തിൻ്റെയോ കല്ലിടിയിലിന് ശേഷം അത് പണിഞ്ഞില്ല എങ്കിൽ അതുകൊണ്ട് ആർക്കും യാതൊരു ഉപകാരവുമില്ല. നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ ബർത്ത്ഡേ ഓർക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, അത് നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ ജനിച്ച ശേഷം നാം വളർന്നില്ല എങ്കിൽ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കുമെന്ന്. ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ 3-4 വയസ്സാകുമ്പോഴേക്ക് പട്ടണത്തിലുള്ള ഏറ്റവും നല്ല സ്കൂളിൽ വലിയ ഡൊണേഷനൊക്കെ കൊടുത്തിട്ട് ആ കുഞ്ഞിന് അവിടെ അഡ്മിഷൻ എടുക്കുന്നു. അഡ്മിഷൻ എടുത്തതിന് ശേഷം സ്കൂള് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ കുഞ്ഞ് പഠിക്കുന്നില്ല എങ്കിൽ ഈ വലിയ ഡൊണേഷൻ കൊടുത്തതോ ഇത്രയും തയ്യാറിയൊക്കെ ചെയ്ത് ആ കുഞ്ഞിനെ സ്കൂളിലേക്ക് അയച്ചതോ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ സുവിശേഷം കേട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, നല്ല കാര്യം തന്നെ. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നിരിക്കട്ടെ, വളരെ നല്ല കാര്യം തന്നെ. അത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. അതിനുശേഷം നിങ്ങൾ ആത്മീയമായി വളരുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയോ നിങ്ങളുടെ സ്നാനത്തിൻ്റെയോ നിങ്ങളുടെ രക്ഷ പ്രാപിക്കലിൻ്റെയോ ഒന്നും യാതൊരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെ ആത്മീയ വളർച്ചയെ എങ്ങനെ ക്രമീകരിക്കാൻ പറ്റും? ആത്മീയമായി വളരുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? നിങ്ങളുടെ ശാരീരികമായ വളർച്ചയും നിങ്ങളുടെ ആത്മീകമായ വളർച്ചയും ഘട്ടം ഘട്ടമായി എങ്ങനെ ചെയ്യാം എന്ന് ഇത് രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്ത് നമുക്ക് നോക്കാം. ഇതിനായി ഏകദേശം 9 ലെവൽ ഉണ്ട്. അത് ഒന്നൊന്നായി നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ച ശേഷം 1-2 വയസ്സ് വരെ അമ്മയുടെ മുലപ്പാലിൽ ആശ്രയിച്ചാണ് വളരുന്നത്. ഇത് എൻ്റെ ബാല്യത്തിലെ കാര്യമാണ് പറയുന്നത്. ഇന്ന് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. ഇന്ന് പല വീടുകളിലും കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ വല്യപ്പനെയും വല്യമ്മയും ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ വിദേശത്തേക്ക് പോവുകയും മറ്റും ചെയ്യാറുണ്ട്. ആ കുഞ്ഞിന് ബോട്ടിൽ മിൽക്കാണ് പിന്നെ കൊടുക്കാറുള്ളത്. അത് വേറെ കാര്യം, അത് പോട്ടെ. എന്നാൽ കുഞ്ഞുങ്ങളുടെ ഈ സ്റ്റേജ് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഈ കുഞ്ഞ് വളരുക എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, പൈതൽ വളരാൻ തുടങ്ങുമ്പോൾ ആഹാരം കഴിക്കാൻ തുടങ്ങും. യു വിൽ സ്റ്റാർട്ട് ഈറ്റ് മീൽസ്. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞ് കരയുമ്പോൾ അമ്മയ്ക്കറിയാം അതിന് വിശന്നിട്ടാണ്
ആ കുഞ്ഞ് കരയുന്നതെന്ന്. അപ്പോൾ അമ്മ കുഞ്ഞിന് പാല് കൊടുക്കും. എന്നാൽ ആ കുഞ്ഞ് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ, അതായത് 4-5 വയസ്സായാൽ വിശക്കുമ്പോൾ കരയുകയില്ല. ആ പൈതലിനറിയാം ബിസ്ക്കറ്റും ബേക്കറി സാധനങ്ങളൊക്കെ എവിടെയായിരുന്നു ഇരിക്കുന്നതെന്ന്. ആ പൈതൽ അമ്മയെ വിളിച്ച് കരയുന്നതിന് പകരം നേരെ ചെന്ന് ബിസ്ക്കറ്റ് മറ്റും എടുത്ത് കഴിക്കും, വിശപ്പ് മാറ്റും. ഇതുപോലെ തന്നെ നിങ്ങൾ ആത്മീയ ഭോജനം എന്ന് പറയുന്നത് ബൈബിളിലെ വചനം ചെന്ന് എടുത്ത് കഴിക്കും. ഒരു വചനം വായിക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവും ആയി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇവിടെ എഴുതിയിരിക്കുന്ന വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആത്മീയമായി നമുക്ക് വിശപ്പ് തോന്നുമ്പോൾ വചനം കണ്ടെത്തണം. വചനം എവിടെ കിട്ടും? വചനം നിങ്ങളുടെ ബൈബിളിൽ കിട്ടും. അവിടെ നിന്ന് കണ്ടെത്തണം. നിങ്ങൾ ബൈബിളിൽ നിന്ന് ഭക്ഷിക്കാറുണ്ടോ? എപ്പോഴാണ് ഭക്ഷിക്കാറുള്ളത്? അതിന് പറ്റിയ സമയമാണ് അതിരാവിലെ സൂര്യ ഉദയത്തിന് മുമ്പ്. ഒരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായത്തിൻ്റെ 147-148 വചനങ്ങൾ. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളുടെ ശാരീരിക വളർച്ചയ്ക്ക് വേണ്ടി ഒരു ദിവസം എത്ര വട്ടം നിങ്ങൾ ഭക്ഷണം കഴിക്കും? ഞാൻ വീട്ടിലാണെങ്കിൽ 3 നേരം ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി, അതായത് നശിച്ചു പോകേണ്ട അല്ലെങ്കിൽ തിരികെ മണ്ണിൽ ചേരുവാനുള്ള ശരീരത്തിന് വേണ്ടി 3 പ്രാവശ്യം ആഹാരം കഴിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള നശിച്ചു പോകാത്ത ആത്മാവിന് വേണ്ടി നിങ്ങൾ എത്ര പ്രാവശ്യം ആഹാരം കൊടുക്കുന്നു? നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക. ചിലരൊക്കെ 1 പ്രാവശ്യം, ചിലരൊക്കെ സൺഡേയിൽ മാത്രം, ചിലർ അതുപോലുമില്ല മാസത്തിൽ 1 പ്രാവശ്യം, ചിലരൊക്കെ വർഷത്തിൽ 1-2 പ്രാവശ്യം. ഞാൻ എൻ്റെ മക്കൾ ചെറുപ്പമായിരുന്നപ്പോൾ ചോദിക്കുമായിരുന്നു, ഇന്ന് ബൈബിൾ വായിച്ചോ? ചിലപ്പോൾ അവർ പറയും മറന്നുപോയി എന്ന്. ദിവസവും ബൈബിൾ വായിക്കാൻ മറന്നു പോകാതിരിക്കാൻ വളരെ ലളിതമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആഹാരം കഴിക്കാനിരിക്കുമ്പോഴൊക്കെയും സ്വയമായി ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിനുള്ള ആഹാരം കൊടുത്തായിരുന്നോ? ഈ ചോദ്യം 3 ദിവസം തുടർച്ചയായി നിങ്ങളോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾ ബൈബിൾ വായിക്കാൻ മറക്കില്ല എന്നെനിക്കുറപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ശാരീരികമായി വളരുമ്പോൾ ഡ്രസ്സ് ഇടാൻ തുടങ്ങുന്നു. വെൻ യു ഗ്രൂ അപ്പ് യു വിയർ യുവർ ക്ലോത്ത് യുവർ സെൽഫ്. നമുക്കറിയാം, മക്കളുടെ ചെറുപ്രായത്തിൽ അവരുടെ മാതാപിതാക്കളാണ് ഡ്രസ്സ് ധരിപ്പിക്കുന്നതും മറ്റും. ആ സമയത്ത് ഡയപ്പറൊക്കെ നനയുമ്പോൾ അവർ കരയാൻ തുടങ്ങും. അപ്പോൾ മാതാപിതാക്കൾ മനസ്സിലാക്കും അത് മാറി പുതിയത് ഇടണമെന്ന്. 1-2 വയസ്സിന് മുകളിലാകുമ്പോൾ തുണിയിൽ ആ കുഞ്ഞ് മുള്ളിയാൽ ആ കുഞ്ഞ് തന്നെ നനഞ്ഞത് ഊരിക്കളഞ്ഞ് വേറെ എടുത്തിടാൻ ശ്രമിക്കും. എന്നാൽ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ആ പൈതൽ സ്വയമായി എല്ലാം ചെയ്യാൻ തുടങ്ങും. കാരണം അവന് വിവേകം വെച്ച് തുടങ്ങി. ചെറുപ്പം മുതലേ ആൺകുഞ്ഞോ പെൺകുഞ്ഞോ ദൈവഭക്തിയിൽ വളർന്നു വന്നതാണെങ്കിൽ ആ പൈതൽ സ്നാനപ്പെടുമ്പോൾ യേശു അവനോ അവൾക്കോ മഹിമയുടെ വസ്ത്രം ഉടുപ്പിക്കും. ഒരു വാക്യം വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഈ വസ്ത്രം ധരിച്ചതിന് ശേഷം മരണം വരെ
ഇത് ശരീരത്തിൽ തന്നെ കിടക്കണം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യമാണ്, വിശ്വാസത്തിലും ആത്മീയത്തിലും വളർന്നു വന്നാൽ നാം ധരിക്കുന്ന വസ്ത്രം മുഷിയാതെ സൂക്ഷിക്കും. നമുക്കറിയാം, നമ്മുടെ മക്കൾ തീരെ കുഞ്ഞായിരുന്നപ്പോൾ അവരുടെ വസ്ത്രം മുഷിഞ്ഞാലോ നനഞ്ഞാലോ ചെളി പറ്റിയാലോ അവർക്കൊരു വിഷയവുമില്ല. എന്നാൽ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ വസ്ത്രം അതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് അഴുക്കാകാതെ നോക്കാൻ ശ്രമിക്കും. അഥവാ അഴുക്കായാൽ അത് വൃത്തിയാക്കാൻ മാതാപിതാക്കളോട് പറയും. ഇതുപോലെ തന്നെ ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചതിന് ശേഷം, സ്നാനം ഏറ്റ ശേഷം, വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ, യേശുവിനെ ധരിച്ചിരിക്കുമ്പോൾ പിന്നെ അതിൽ ഒരു കറയും പറ്റാതെ നോക്കണം. ആ ജീവിതത്തിൽ പിന്നെ ഒരു ദോഷമോ ഒരു കളങ്കമോ വരാൻ പാടില്ല. അതുപോലെ തന്നെ നാം ആയിരിക്കുന്ന സഭയ്ക്കും നാം മുഖാന്തരം ഒരു ദോഷവും വരാൻ പാടില്ല. ബൈബിളിൽ ഒരു സഭയെപ്പറ്റി യേശു എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറേ പേർ സർദീസിൽ നിലക്കുണ്ട്. യേശു സർദീസിലെ സഭയിൽ നോക്കുമ്പോൾ എല്ലാവരും വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ കുറച്ചു പേർ അവരുടെ വസ്ത്രം മലിനമാക്കാതെ സൂക്ഷിക്കുന്നു. ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ആ സഭയിലെ കൂടുതൽ ആൾക്കാരുടെ വസ്ത്രവും മലിനപ്പെട്ടതാണ്. എൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 25% വിശ്വാസികൾ തങ്ങളുടെ വസ്ത്രം മലിനമാക്കാതെ സൂക്ഷിച്ചു. അതിൽ 75% ആൾക്കാരും മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളായിരിക്കുന്ന സഭയിൽ എത്ര ശതമാനം ആൾക്കാർ കാണും തങ്ങളുടെ വസ്ത്രം അശുദ്ധമാക്കാതെ സൂക്ഷിക്കുന്നവർ? 25%, 50%, 75%? അങ്ങനെയല്ല, 100% ആൾക്കാരും തങ്ങളുടെ വസ്ത്രം മുഷിയാതെ സൂക്ഷിക്കണം. ഒരു വാക്യം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ദുർനടപ്പും യാതൊരശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. ഇതിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷനിൽ അശുദ്ധി എന്നതിന് വ്യഭിചാരം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വ്യഭിചാരം എന്നത് കൊടിയ പാപങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്. നാം വിശുദ്ധിയിൽ നടക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടല്ല, മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടല്ല. നമ്മുടെ അകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുസ്വഭാവങ്ങളെ, അതായത് പുകവലി, കള്ളുകുടി, ലഹരി ഉപയോഗം, കള്ളത്തരം, വ്യഭിചാരം, വഴക്ക്, അടിപിടി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാലേ മാറ്റാൻ പറ്റുകയുള്ളൂ. കാരണം ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കാര്യമാണ്.